എത്ര സ്ഥലമുണ്ട്? 1 ഏക്കർ. 3 വെറൈറ്റിയാണ് ഉണ്ടല്ലോ. നമ്മുടെ സാധാരണ ഈ പച്ച എന്താ? പച്ച ഇതാ കൂടുതൽ മാർക്കറ്റ് ഇപ്പം വരുന്നത്. ഇത് പഴയ സാധനം അല്ലേ? ഇത് നമ്മുടെ നല്ല മധുരമുള്ള സാധനം. ഇത് നമ്മുടെ പഴയ സാധനം. അതിനകത്ത് ഓരോന്ന് പറിച്ചിട്ട് മുറിക്കുക. ആദ്യം പച്ച എടുക്കും. അടുത്തതിൽ പ്രശ്നം മനോഹരമായ കേട്ടോ. ഇതാണ് പുതുപ്പള്ളിയുടെ കരുത്ത്. ഈ ഒരു ചെറിയ സ്ഥലത്ത് തന്നെ 3 തരം തണ്ണിമത്തൻ. നമ്മളൊന്നും ഇത് കണ്ടിട്ട് പോലുമില്ല ഇങ്ങനത്തെ സാധനം. പ്രസിഡന്റ് പഞ്ചായത്ത് വലിയ നേട്ടമാണല്ലോ. അപ്പൊ പ്രസിഡന്റ് നൽകിക്കൊണ്ട് ഞാനിത് അടുത്ത തവണ കൊടുത്തേക്കാം. അടുത്ത പഞ്ചായത്തിലെ നേതാവിന് കൊടുത്തേക്കാം. ഒന്നുകൂടെ ഡ്രിപ്പ് ഫാർമിംഗ് ആണോ? ഡ്രിപ്പ് ഫാർമിംഗ് ആണോ? പുതിയ ടെക്നോളജി ഇസ്രായേലായിട്ട് കൃഷി എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഇതിന് വെയിറ്റുണ്ട് സാധനം. ഇത് ജോയ്സിന് കൊടുത്തുകൊണ്ട് എനിക്ക് കൊച്ചു കുട്ടികൾ ഇപ്പോഴത്തെ യുവാക്കളോട് പറയാനുള്ളത് ഇതുപോലത്തെ കൃഷിയിലേക്ക് തിരിയുക. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് 3 തരത്തിലുള്ള തണ്ണിമത്തൻ ഇത്രയും ചെറിയ സ്ഥലത്ത് നമ്മുടെ കേരളത്തിൽ ഈ നാട്ടിലുണ്ടായിരിക്കുക. നമ്മുടെ വോട്ടർമാരെല്ലാം ഇവിടെ കാണൂല്ലേ സാധിക്കും. ഇത് ഇദ്ദേഹം വിദേശത്ത് നിന്ന് വിദേശത്ത് നിന്ന് വന്ന് ഇത് ചെയ്യുകയാണ്. അപ്പം ഡ്രിപ്പ് ഫാർമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സബ്സിഡി കിട്ടുന്ന കൂടിയാണ്. ആ ഫാർമിംഗ് വളരെ എഫക്റ്റീവാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ മണ്ണുണ്ട്. ആ കാര്യങ്ങളിലേക്ക് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ എല്ലാവരും വിദേശത്തേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടുന്നത്. കൃഷി ഓഫീസറുണ്ട്, അദ്ദേഹം ആ അഭിപ്രായം ഷെയർ ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇന്റൻസീവ് അഗ്രികൾച്ചറിലേക്ക് പോയാൽ നമ്മുടെ നാട് മാറും. അതുകൊണ്ട് ചെറുപ്പക്കാര് ഈ നെഗറ്റിവിറ്റി വിട്ട് പോസിറ്റിവിറ്റിയിലേക്ക് വരിക. നമ്മുടെ നാട്ടിൽ റിസ്ക് എടുക്കുക. അപ്പുറത്ത് റിസ്ക് എടുക്കുന്നതിന് ഭേദമാണ് ഇവിടെ റിസ്ക് എടുക്കുക. അതിൽ തന്നെ പിന്നെ പ്രത്യേകിച്ച് ഫീൽഡിലേക്ക് വന്നതുകൊണ്ട് വേറെ സെക്കൻഡ് ലൈറ്റ് ഒന്ന് മാറ്റിക്കോട്ടെ. ഇത് ഇച്ചിരി എളുപ്പമാണ്. ഞാൻ വിചാരിച്ചു മഞ്ഞ കളറിലായിരിക്കും. ഓറഞ്ച് കളറുള്ള റെഡ് കളറുള്ള അപ്പൊ ഇതാണ് നമ്മുടെ നാടിന്റെ സമ്പത്ത്.